നമസ്കാരം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു മെയ് ദിനം. തൊഴിൽ സമയം 8 മണിക്കൂറായി അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായാണ് മെയ് 1 ആഘോഷിക്കുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ മുഷ്ടി ചുരുട്ടി തെരുവിലിറങ്ങിയ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ തൊഴിലാളി ദിനവും. ഒരു അനുസ്മരണത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്നതിന്റെ ആവശ്യകത കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് തൊഴിലാളി ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. അമേരിക്കയിലും കാനഡയിലും തൊഴിലാളി ദിനം സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ആഘോഷിച്ചിരുന്നത്. തൊഴിലാളികളെയും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെയും ബഹുമാനിക്കുന്ന ദിവസമായാണ് ഈ ദിവസം കണക്കാക്കിയിരിക്കുന്നത്. 80ഓളം രാജ്യങ്ങളാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനൊപ്പം തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഓരോ വർഷവും മെയ് ദിനവും. ഇന്ത്യയിൽ 1923 മെയ് 1 മുതലാണ് തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങിയത്. ലേബർ കിസാൻ പാർട്ടി ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. ഈ ദിനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചെങ്കൊടി ഉയർന്നതും. കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ നേതാവ് സിംഗാരവേലും ചെട്ടിയാരുടെ നേതൃത്വത്തിലായിരുന്നു മെയ് ദിനാഘോഷം നടന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിലും ട്രിപ്പിക്കൻ ബീച്ചിന്റെ മുന്നിലുമായി 2 സമ്മേളനങ്ങളാണ് നടന്നത്. ആ ദിനത്തിലാണ് മെയ് 1 ഇന്ത്യയിൽ തൊഴിലാളി ദിനമാക്കണമെന്നും ദേശീയ അവധിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി VP സിംഗ് ആണ് മെയ് ദിനം ദേശീയ അവധി ദിനമായി പ്രഖ്യാപിച്ചത്.